അഖിൽ പാലോട്ട് മഠം കൂടി ചേരുന്നുണ്ട്. അഖിൽ, വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. നമുക്കറിയാം സംസ്ഥാനത്തെ സാഹചര്യം. ഇത്രയും നാൾ വഖഫിന്റെ പേരിൽ ഇരട്ടത്താപ്പ് തുടരുന്ന ഒരു നയമാണ് ഇടത് വലത് മുന്നണികൾ സ്വീകരിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ കൃത്യമായി തന്നെ അവർക്ക് അവരുടെ നിലപാടുകൾ എടുത്തേ മതിയാകുകയുള്ളൂ. അത് മാത്രമല്ല, UDF-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് MP-മാരോട് KCBC അടക്കമുള്ള സഭാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. രാഷ്ട്രീയം മറന്ന് തങ്ങൾക്ക് അനുകൂലമായി നിൽക്കണം, വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണം, മുനമ്പം ജനതയ്ക്ക് അനുകൂലമായി നിൽക്കണം എന്നുള്ളത് പൊതുസമൂഹത്തിൽ നിന്നും അത്തരം ആവശ്യം ഉയരുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇരട്ടത്താപ്പ് നടക്കില്ല എന്നുള്ളത് അറിയാം. കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് UDF എന്നും കണക്കാക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? രോഹിണി, അത് ശരിയാണ്. ജിഷ്ണു സൂചിപ്പിച്ചതുപോലെയാണ് ഇതിൽ ഏറ്റവും നിർണായകം. നാളെ ഈ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത് ദേശീയ തലത്തിലെ കോൺഗ്രസ് അല്ല, കേരളത്തിലെ UDF ആണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകാൻ പോകുന്നത്. കാരണം വഖഫ് ഭേദഗതി ബില്ല് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വഖഫ് പ്രശ്നം കേരളത്തിൽ ചർച്ചയാകുമ്പോൾ ഒരു വശത്ത് നിൽക്കുന്നത് അത് വഖഫ് ബോർഡാണ്. അപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗുമാണ് ആ ബില്ലിനെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും അതിലൊരു നിലപാട് UDF എടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും കൂടുതലായി രാഷ്ട്രീയമായി കേരളത്തിൽ UDF നേരിടാൻ പോകുന്ന വെല്ലുവിളികളിൽ ഒന്ന്. കാരണം വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസ്സാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്ന സമയത്ത് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യം തന്നെയാണ് കേരളത്തിലെ ക്രൈസ്തവ സംഘടനകളിലെല്ലാം തന്നെ ഒന്നടങ്കം UDF MP-മാർ അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ MP-മാരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 17 MP-മാരാണ് UDF-നുള്ളത്, ഒരെണ്ണമാണ് CPM-നുള്ളത്. അതിൽ CPM-ഉം ഒരു പരിധിവരെ അതിൽ പ്രതിസന്ധിയാണ്. കാരണം പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ച് ബില്ലിന്മേൽ ചർച്ച ആരംഭിക്കുമ്പോൾ കക്ഷി നേതാക്കൾ സംസാരിക്കുമ്പോൾ അതിൽ കക്ഷി നേതാക്കളുടെ അഭിപ്രായം എന്തായാലും പറയുക, അത് പാർട്ടിയുടെ അഭിപ്രായമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന് പറയുന്നത് അത് K. രാധാകൃഷ്ണനാണ്. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആലത്തൂരിൽ നിന്നുള്ള MP-യാണ്. കാരണം അദ്ദേഹം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതിൽ CPM-ന് ഒരു പക്ഷേ രക്ഷപ്പെടാൻ സാധിക്കുന്നത് ചിലപ്പോൾ അദ്ദേഹം പാർലമെന്റിൽ നാളെ പോകാൻ സാധ്യതയില്ല. കാരണം അവരുടെ പാർട്ടി കോൺഗ്രസ് ഇന്ന് വൈകുന്നേരം മുതൽ മധുരയിൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നു എന്നൊരു അല്ലെങ്കിൽ അദ്ദേഹത്തിന് രക്ഷയാകാം എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞു വെക്കാൻ സാധിക്കും. മറ്റൊന്ന് UDF ആണ്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ അവരെന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ്. കാരണം കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഘടന അനുസരിച്ച് കേരളത്തിലെ ക്രൈസ്തവ സംഘടനകളുടെ മതമേലധ്യക്ഷന്മാരുടെയും ഒക്കെ തന്നെ വലിയ പിന്തുണയോടുകൂടി തന്നെയാണ് കേരളത്തിലെ UDF MP-മാർ ജയിച്ചിട്ടുള്ളത്. അത് പത്തനംതിട്ടയായാൽ പോലും, കോട്ടയമായാൽ പോലും, ഇടുക്കി ആയാൽ പോലും, ഏകദേശം വരുന്ന എറണാകുളത്തായാൽ പോലും ഒക്കെ തന്നെ വലിയ രീതിയിൽ ആ പിന്തുണ അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ തന്നെ പിണക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട ആ വാർത്തയൊക്കെ നമ്മൾ നൽകിയതുമാണ്. മുനമ്പം സമരസമിതി ആവർത്തിച്ച് അവർ പറയുന്നുണ്ട്, ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഇതിന് എതിരഭിപ്രായം കേരളത്തിലെ MP-മാർ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ കേരളത്തിലെ MP-മാർ അതിൻ്റെ നിലപാട് സ്വീകരിക്കുകയോ ചെയ്താൽ ഈ കടുത്ത പ്രതിസന്ധി അല്ലെങ്കിൽ കടുത്ത പ്രതിഷേധം അതിൽ നേരിടേണ്ടി വരുമെന്ന് മുനമ്പത്ത് സമരം നടത്തുന്നവർ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടെ സമരത്തിന് നേതൃത്വം നൽകുന്നതും ഒരു ക്രൈസ്തവ സംഘടന അവിടെ നേതൃത്വമുണ്ട് എന്ന കാര്യം നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം നാളെ എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ഒരു നിർണായകമായ ദിവസം കൂടിയാണ്. കാരണം പാർലമെന്റിൽ എന്ത് നിലപാട് സ്വീകരിക്കും അത് കോൺഗ്രസിനുമുണ്ട്. കാരണം വിശാലമായി കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും എടുക്കുന്ന രണ്ടു തരത്തിലുള്ള നിലപാടും അതിൽ ബുദ്ധിമുട്ടുണ്ട്. അതാണ് ജിഷ്ണു നേരത്തെ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെയാണ് കേരളത്തിലെ കാര്യം എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം KCBC ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധിയായ ക്രൈസ്തവ മേലധ്യക്ഷന്മാരും സംഘടനകളും ഒക്കെ തന്നെ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് അത് പരിപൂർണമായും അതിനെ പിന്തുണയ്ക്കണമെന്ന ആവശ്യം കേരളത്തിലെ മുഴുവൻ MP-മാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. NDA-യുടെ ഒരു MP-ആണുള്ളത്, LDF-ന് ഒരു MP-ആണുള്ളത്. ബാക്കി 18 MP-മാരുമുള്ളത് അത് UDF-നാണ്. അവരെന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് കാണണം. ആ UDF MP-മാരുടെ കൂട്ടത്തിൽ 2 ലീഗ് MP-മാരുണ്ട്. ആ ലീഗ് MP-മാർ തിരഞ്ഞെടുക്കപ്പെട്ട 2 ലീഗ് MP-മാരുണ്ട്. രാജ്യസഭയിലേക്കും കേരളത്തിൽ നിന്ന് ഒരു ലീഗ് MP ഉണ്ട്. അങ്ങനെ 3 പേരുണ്ട്. അവരെന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും ഇതിൽ നിർണായകമായ ഒരു കാര്യമാണ്. അതിനനുസരിച്ചായിരിക്കും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇനി UDF എന്ത് പ്രസക്തി എന്നുള്ള കാര്യത്തിന് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുക. ആദ്യഘട്ടം മുതൽ നിയമസഭയ്ക്കകത്ത് മുനമ്പം സമരം ആരംഭിക്കുമ്പോഴും അല്ലെങ്കിൽ വഖഫ് പ്രശ്നങ്ങൾ ആരംഭിക്കുമ്പോഴും ഒക്കെ തന്നെ അത് രമ്യമായി പരിഗണിക്കണമെന്നൊരു ആവശ്യം ഒഴുക്കുമട്ടിലെ നിലപാടായിരുന്നു പ്രതിപക്ഷം സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ തന്നെ എടുത്തത്. വഖഫ് ഭേദഗതി ബിൽ അല്ലെങ്കിൽ വഖഫ് ബോർഡിൻ്റെ
അധിനിവേശത്തിനെതിരെ പല സ്ഥലങ്ങളിലും നടന്ന സമരങ്ങളിലൊക്കെ തന്നെ UDF നേതാക്കൾ പങ്കെടുക്കുമ്പോൾ അവരെല്ലാവരും അവിടുത്തെ ബാധിക്കപ്പെട്ട ജനതയ്ക്കൊപ്പമാണ് എന്ന് ആവർത്തിച്ചു പറയുകയും ചെയ്തു. പക്ഷേ ആവർത്തിച്ച് അത് BJP അടക്കമുള്ള സംഘടനകൾ ചോദിച്ചത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കേരള നിയമസഭയ്ക്കകത്ത് ഒരു പ്രമേയം പാസാക്കി അത് കൊടുക്കാൻ തയ്യാറായില്ല എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രാഷ്ട്രീയമായ വെല്ലുവിളി അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധി ഉണ്ട് UDFന് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നാളെ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചാൽ UDFന് കേരളത്തിലെ UDFനെ സംബന്ധിച്ചിടത്തോളം മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന പഴമൊഴി പോലെ ആയിരിക്കും നാളെ UDFന്റെ അവസ്ഥ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കടുത്ത പ്രതിസന്ധി തന്നെ സംസ്ഥാനത്തെ UDF നേരിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അഖിൽ, നമുക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ വച്ചു പുലർത്തുന്ന നിലപാടുകൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. മുനമ്പം ജനതയോടൊപ്പം എന്ന് പറഞ്ഞിരുന്ന അതേ സമയത്താണ് നിയമസഭയിൽ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരായ പ്രമേയം പാസാക്കിയത്. അന്നും മുനമ്പം ജനത ചോദിച്ചിരുന്നു, ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരല്ലേ നിങ്ങളെ ജയിപ്പിച്ച നിയമസഭയിലേക്ക് വിട്ടത്, എന്നിട്ട് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത്. അപ്പോഴൊക്കെ ഉരുണ്ട് കളിക്കുന്ന ഒരു നയം അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് വച്ചു പുലർത്തുന്ന ഒരു നയമാണ് തുടർന്നത്. പക്ഷേ നാളെ ബിൽ പാർലമെന്റിൽ വരുമ്പോൾ അങ്ങനെയല്ല. കാരണം ഇവർ ഏതു രീതിയിലാണ് ഇതിനെതിരെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അനുകൂലമായി സംസാരിക്കുന്നത് എന്നുള്ളത് സസൂക്ഷ്മം വിലയിരുത്തും പൊതുസമൂഹം എന്നുള്ളത് കൊണ്ട് തന്നെ. അതുമാത്രമല്ല, സഭാ നേതൃത്വം അടക്കം ഇതിൽ കൃത്യമായ ഒരു നിലപാടും അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്തെ UDFനെ സംബന്ധിച്ചിടത്തോളം ഇത് കടുത്ത പ്രതിസന്ധിയോ അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. കാരണം ഒരു ഭാഗത്ത് ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ തൃപ്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു, മറുഭാഗത്ത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു, ഇതിൻ്റെ ഇരകളായവരെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് എംപിമാരെ സംബന്ധിച്ചിടത്തോളം ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച അല്ലെങ്കിൽ അവതരിപ്പിക്കുമ്പോൾ ഇവരെന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് സസൂക്ഷ്മം വിലയിരുത്തപ്പെടും എന്ന് തന്നെയല്ലേ നമുക്ക് കണക്കാക്കേണ്ടത്. രോഹിണി, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം UDF എംപിമാരെ സംബന്ധിച്ചിടത്തോളം 18 എംപിമാർ ഉള്ളതിൽ ഏകദേശം 5ഓളം എംപിമാർ വലിയ സഭാ പിന്തുണയോടുകൂടി ജയിച്ചവരാണ്. അതിൽ തിരുവനന്തപുരത്തെ MP ശശി തരൂരാകട്ടെ, അതുപോലെ തന്നെ പത്തനംതിട്ട MP ആന്റോ ആന്റണി ആവട്ടെ, കോട്ടയത്ത് നിന്നുള്ള MP ഫ്രാൻസിസ് ജോർജ് ആകട്ടെ, അതുപോലെ തന്നെ ഇടുക്കിയിൽ നിന്നുള്ള ഡീൻ കുര്യാക്കോസ് ആകട്ടെ, എറണാകുളത്ത് നിന്നുള്ള ഹൈബീഡൻ ആകട്ടെ, ഇവരെല്ലാവരും തന്നെ വലിയ രീതിയിൽ സഭാ പിന്തുണയോടുകൂടി ജയിച്ചു വന്നവർ തന്നെയാണ് എന്ന് നമുക്ക് ആ പാറ്റേൺ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അവരൊക്കെ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ നിൽക്കുന്നത് ഹൈബീഡനാണ്. എറണാകുളത്ത് മുനമ്പത്ത് ബാധിക്കപ്പെട്ട അല്ലെങ്കിൽ മുനമ്പത്താണ് ഈ വഖഫ് ഭേദഗതി ബില്ലുമായി അല്ലെങ്കിൽ വഖഫ് പ്രശ്നവുമായി ഏറ്റവും വലിയ സമരം നടക്കുന്നത്. 150 ദിവസത്തോളമായി മുനമ്പത്ത് അവിടെ ജനങ്ങൾ അവരുടെ ഭൂമിക്ക് വേണ്ടി സമരം നടത്തുന്നുണ്ട്. അവിടെ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ ഘടകകക്ഷി മുസ്ലിം ലീഗ് ആകട്ടെ, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ആകട്ടെ, അങ്ങനെ UDFിലെ വിവിധ കക്ഷികളെല്ലാം തന്നെ അവിടെ പോവുകയും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവിടെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ അവർ ഒരു വശത്ത് ചെയ്യുമ്പോഴും സഭയ്ക്കകത്ത് വന്ന ഒരു വിരുദ്ധമായ നിലപാടാണ് പ്രതിപക്ഷം സർക്കാരിനൊപ്പം ചേർന്ന് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഹൈബി അടക്കമുള്ളവർ ഇതിൽ വലിയ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിൽ മുനമ്പത്തെ അവിടുത്തെ സമരസമിതിയുടെ കൺവീനർ പ്രസംഗിച്ച വാക്കു കടമെടുത്താൽ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് വിരുദ്ധമായി എന്തെങ്കിലും ഇവിടുത്തെ MP നിലപാട് സ്വീകരിച്ചാൽ തിരിച്ചു വരുമ്പോൾ കാലുമുട്ട് തല്ലിയൊടിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. കാരണം ഞാൻ കൊച്ചിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കറിയാം, ഞാൻ നേരിട്ട് കേട്ടതുമാണ്. അദ്ദേഹം അങ്ങനെ ആ തരത്തിലായിരുന്നു പ്രസംഗം നടത്തിയത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിൽ നിൽക്കുന്നത് ഹൈബിയാണ്. അതിനുശേഷമുള്ളത് ഡീൻ കുര്യാക്കോസ് ആണ്. കാരണം മലയോര കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ മലയോര പ്രദേശത്തെയും ഒക്കെ തന്നെ ക്രൈസ്തവരുടെ വോട്ട് ബഹുഭൂരിപക്ഷമായി വാങ്ങി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സഭാ നേതൃത്വത്തിൻ്റെ വലിയ പിന്തുണ നേടിയാണ് ഈ ഡീൻ കുര്യാക്കോസ് കോട്ടയത്ത് നിന്ന് ജയിച്ചത്. ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ നിന്ന് ജയിച്ചതും എല്ലാം തന്നെ ഇങ്ങനെ സഭാ നേതൃത്വത്തിൻ്റെ വലിയ പിന്തുണയോടുകൂടിയാണ്. അപ്പോൾ സഭാ നേതൃത്വം ഒരു കാര്യം ആവശ്യപ്പെടുകയും അതിന് ക്ഷമിക്കണം, ഒരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടത് ചാലക്കുടി MP ബെന്നി ബെഹനാനും കൂടി ഇതിൽ ചേർത്ത് പറയാനുള്ളതാണ്. അങ്ങനെ ഈ സഭാ നേതൃത്വത്തിൻ്റെ എല്ലാവരുടെയും വോട്ട് വാങ്ങി ജയിച്ച ഈ UDF എംപിമാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത്. ഇപ്പോൾ കാസർഗോട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ പ്രശ്നമുണ്ടാകില്ല. കാരണം അവിടെ വലിയ സ്വാധീനമൊന്നും സഭാ നേതൃത്വത്തിനില്ലായിരുന്നു. കണ്ണൂരാകട്ടെ കെ സുധാകരനും ആ പ്രശ്നമുണ്ടാകുന്നില്ല. വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിക്ക് ഇതിൽ തീരെ പ്രശ്നമുണ്ടാകില്ല. കാരണം കേരളത്തിലെ പൊളിറ്റിക്സ് ഒന്നും അവർക്ക് വലിയ പ്രശ്നമുണ്ടാകില്ല. അങ്ങനെ അവിടുത്തെ മലബാർ മേഖലയിലെ UDF എംപിമാർക്കൊന്നും പാലക്കാട് വരെ VK ശ്രീകണ്ഠൻ വരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. കോട്ടയത്ത്
MP രാഘവനോ ഒന്നും തന്നെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർക്ക് നിൽക്കാൻ സാധിക്കും. പക്ഷേ അതിന് താഴെ തൃശ്ശൂർ സുരേഷ് ഗോപിയും കഴിഞ്ഞ് അതിന് താഴെ എറണാകുളത്തേക്ക് എത്തുമ്പോൾ മുതൽ ഈ പ്രശ്നം ആരംഭിക്കും. ഹൈബിക്കായാലും ഇടുക്കിയിൽ ഡീനിലൊക്കെ ആയാലും ഈ പ്രശ്നം എന്തായാലും നേരിടേണ്ടി വരും. ഒരു നല്ല നിലപാടെടുത്തില്ല എന്നുണ്ടെങ്കിൽ, കാരണം ആശങ്ക അനുഭവിക്കുന്ന സ്വന്തം ഭൂമിക്ക് വേണ്ടി, സ്വന്തം കിടപ്പാടത്തിനു വേണ്ടി ഇത്രയും നാൾ ഒരുക്കുകൂട്ടി വെച്ച ആ സ്വത്തിനു വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഈ മുനമ്പത്തിൻ്റെ ജനത അടക്കമുള്ള, അല്ലെങ്കിൽ വഖഫ് ഭൂമിയാണ് എന്ന അവകാശവുമായി കടന്നു കയറുന്ന, അധിനിവേശം നടത്തുന്ന, വഖഫ് ബോർഡിനെതിരെ സമരം നടത്തുന്ന കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഒപ്പം ഈ MP-മാർ ഒരു നിയമം പാർലമെന്റിൽ പാസ്സാക്കുന്ന സമയത്ത് കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം UDF ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് അഖിൽ. എന്തായാലും വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് സാധ്യത. നമുക്കറിയാം KCBCയും CBSEയും ഒക്കെ ബില്ലിനെ പിന്തുണച്ചത് പ്രതിപക്ഷത്തെ കടുത്ത പ്രതിസന്ധിയിൽ തന്നെ ആക്കുന്നുണ്ട്. ബില്ലിനെ എതിർത്താൽ സഭകളുടെ അതൃപ്തി നേരിടേണ്ടി വരും എന്നുള്ള വിലയിരുത്തലുമുണ്ട് UDF-നെ സംബന്ധിച്ചിടത്തോളം. ജിഷ്ണു കൃഷ്ണനും അഖിൽ പാലോട്ട് മഠവുമാണ് വിവരങ്ങൾ നൽകിയത്.